അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പരീക്ഷ അഥവാ ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പരീക്ഷ എഴുതുന്ന നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ടോപ്പിക്സിലെ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ക്ലാസ്സാണ് നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പം സ്പെഷ്യൽ ടോപ്പിക്സ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇനി മുതൽ സ്പെഷ്യൽ ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകളൊക്കെ ഇടുന്നതാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ 1-2 ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട്, അതുകൂടെ ഒന്ന് മാക്സിമം കാണാൻ ശ്രമിക്കുക. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് സൈക്കോളജിയാണ്. സൈക്കോളജിയുടെ ആദ്യ ക്ലാസ്സാണ്. സൈക്കോളജി എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. എന്താണ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ? മനഃശാസ്ത്രമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു തസ്തികയുടെ ഭാഗമായിട്ട് നമ്മൾ ജയിലിലെ പല പ്രതികളെയൊക്കെ എന്താണ് അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ജയിലിലെ ഒരു ഗാർഡ് ടൈപ്പ് പോസ്റ്റ് അല്ലേ. അപ്പോൾ നമ്മൾ പല പ്രതികൾ എന്ന് പറയുമ്പോൾ എന്താണ് പല ക്രിമിനൽസിന് അവർക്കൊക്കെ എന്താണ് മാനസികാവസ്ഥ വളരെയധികം മോശമായ ക്രിമിനൽസ് അല്ലേ ജയിലിലൊക്കെ വരുന്നത്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് കെയർ ചെയ്യാനും അവരെയൊക്കെ ഒന്ന് നോക്കാനും ഒക്കെ എന്താണ് നമ്മൾ സൈക്കോളജി അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഈ ഒരു തസ്തികയുടെ സ്വഭാവം വെച്ച്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്സിൽ സൈക്കോളജി പഠിക്കുന്നത് തന്നെ. അതുതന്നെ നമുക്ക് ഇത് സൈക്കോളജിയുടെ ബേസ് പഠിച്ച് നമുക്കങ്ങ് പോവാം. അപ്പോൾ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മനഃശാസ്ത്രം അടിസ്ഥാന തത്വങ്ങൾ അഥവാ സൈക്കോളജിയുടെ അടിസ്ഥാന തത്വങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. അപ്പം ഈ സൈക്കോളജി എന്ന് പറഞ്ഞ വേർഡ് എങ്ങനെ വന്നു എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സൈക്കോളജിയുടെ സൈക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ആത്മാവാണ്. ലോഗോസ് ഉദ്ദേശിക്കുന്നത് എന്താണ്? ശാസ്ത്രമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓർക്കും ഈ ലോഗോസ് എന്ന് പറയുമ്പോൾ നമ്മൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഇടുന്ന ലോഗോ അല്ലേ എന്ന് ഓർക്കും. അല്ല, ഇത് രണ്ടും ഗ്രീക്ക് ഭാഷയിലുള്ള പദങ്ങളാണ്, ഗ്രീക്ക് ലാംഗ്വേജിലുള്ള പദങ്ങളാണ്. അപ്പോൾ ഗ്രീക്ക് ലാംഗ്വേജിൽ സൈക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ആത്മാവിനെയും അതുപോലെ തന്നെ ലോഗോസ് എന്ന് ഉദ്ദേശിക്കുന്നത് ശാസ്ത്രത്തെയുമാണ്. അതുകൊണ്ട് തന്നെയാണ് എന്താണ് ആത്മാവിനെ പഠിക്കുന്ന ശാസ്ത്രമല്ലേ മനഃശാസ്ത്രം. അതുകൊണ്ട് തന്നെ സൈക്കോലോസ്. അപ്പോൾ അതിൽ നിന്നാണ് സൈക്കോളജി എന്ന പദം രൂപപ്പെട്ടത് കേട്ടോ. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. സൈക്ക് ആത്മാവിനെയും ലോഗോസ് ശാസ്ത്രം എന്നീ രണ്ട് ഗ്രീക്ക് ഭാഷാ പദങ്ങളിൽ നിന്നാണ് സൈക്കോളജി എന്ന പദം രൂപപ്പെട്ടിട്ടുള്ളത് കേട്ടോ. സൈക്കോളജി എന്ന പദം രൂപപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കാൻ സാധ്യതയുണ്ട്. സൈക്കോളജി എന്ന പദം രൂപപ്പെട്ടിട്ടുള്ളത് ഏത് ഭാഷയിൽ നിന്നാണെന്ന് ചോദിക്കാം. ഏത് ഭാഷാപദങ്ങളിൽ നിന്നാണ് രൂപപ്പെട്ടിട്ടുള്ളതെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പോൾ ഏത് ഭാഷാപദങ്ങളിൽ നിന്നാണ് രൂപപ്പെട്ടിട്ടുള്ളത്? ഗ്രീക്ക് ഭാഷാപദങ്ങളിൽ നിന്നാണ് രൂപപ്പെട്ടിട്ടുള്ളത്. ക്ലിയർ ആണ്? ഇനി നമുക്ക് അടുത്ത പോയിന്റിലോട്ട് പോവാം. ആത്മാവിൻ്റെ ശാസ്ത്രമായി കരുതിപ്പോന്ന സൈക്കോളജിയെ മനസ്സിൻ്റെ ശാസ്ത്രമെന്ന് നിർവചിക്കാമെന്ന് അഭിപ്രായപ്പെട്ടതാരാണ്? ജർമ്മൻ ദാർശനികനായ കാന്റ് ആണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. ആത്മാവിൻ്റെ ശാസ്ത്രമായി കരുതിപ്പോന്ന സൈക്കോളജിയെ മനസ്സിൻ്റെ ശാസ്ത്രമെന്ന് നിർവചിക്കാമെന്ന് അഭിപ്രായപ്പെട്ടതാരാണ്? ജർമ്മൻ ദാർശനികനായ കാന്റ് ആണ് കേട്ടോ. അപ്പോൾ പരീക്ഷയ്ക്കൊക്കെ ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു പോയിന്റുമാണ്. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. ആത്മാവിൻ്റെ ശാസ്ത്രമായി കരുതിപ്പോന്ന സൈക്കോളജിയെ മനസ്സിൻ്റെ ശാസ്ത്രമെന്ന് നിർവചിക്കാമെന്ന് അഭിപ്രായപ്പെട്ടതാരാണ്? ജർമ്മൻ ദാർശനികനായ കാന്റ് ആണ്. ക്ലിയർ ആണ്? നമുക്ക് ഇനി ഈ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട നിർവചനങ്ങൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. കുറേ മഹാന്മാരായ സൈക്കോളജിസ്റ്റുകളൊക്കെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. സൈക്കോളജിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ നിർവചനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മളൊന്ന് പഠിച്ചിരിക്കേണ്ടതായിട്ടുണ്ട്. പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പഠിക്കുന്നത് അനുഭവങ്ങളും വ്യവഹാരങ്ങളെയും കുറിച്ചുള്ള പഠനമാണ് മനഃശാസ്ത്രം എന്ന് അഭിപ്രായപ്പെട്ടത് BF സ്കിന്നറാണ് കേട്ടോ. BF സ്കിന്നറാണ്. അപ്പോൾ എന്താണ് അനുഭവങ്ങളും? നോട്ട് ചെയ്തോണേ, ഇപ്പോഴേ അങ്ങ് കേട്ട് പഠിച്ചോണം. അനുഭവങ്ങളും വ്യവഹാരങ്ങളെയും കുറിച്ചുള്ള പഠനമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞതാരാണ്? എന്ന് നിർവചിച്ചതാരാണ്? BF സ്കിന്നറാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം. അനുഭവങ്ങളെയും വ്യവഹാരങ്ങളെയും കുറിച്ചുള്ള പഠനമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് ആരാണ്? BF സ്കിന്നറാണ്. അടുത്ത നോക്കാം നമുക്ക്. പരിസ്ഥിതിയും വ്യക്തിയും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് മർഫിയാണ് കേട്ടോ. അപ്പം പഠിച്ചു വെച്ചോളൂ. മർഫിയാണ്. അപ്പം എന്താണ് ഇവിടെ പറഞ്ഞത്? ആദ്യം അനുഭവങ്ങളും വ്യവഹാരങ്ങളെയും കുറിച്ചുള്ള പഠനമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് BF സ്കിന്നറാണ്. മർഫി പറഞ്ഞ എന്താണ്? പരിസ്ഥിതിയും വ്യക്തിയും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയാണ് മനഃശാസ്ത്രം എന്ന് അഭിപ്രായപ്പെട്ടത് മർഫിയാണ് കേട്ടോ. മറക്കരുതേ, മർഫിയാണ്. അടുത്ത നമുക്ക് നോക്കാം. മാനസിക പ്രക്രിയകളെയും
വ്യവഹാരങ്ങളെയും കുറിച്ചുള്ള പഠനമാണ് മനഃശാസ്ത്രം എന്ന് അഭിപ്രായപ്പെട്ടത് റോബർട്ട് എ ബാരോൺ ആണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെച്ചോളൂ, മാനസിക പ്രക്രിയകളെയും വ്യവഹാരങ്ങളെയും കുറിച്ചുള്ള പഠനമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞതാരാണ്? റോബർട്ട് എ ബാരോൺ ആണ്. റോബർട്ട് എ ബാരോൺ ആണ്. ക്ലിയർ ആണ്. അതുപോലെ തന്നെ അടുത്തത് മനസ്സിനെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞതാരാണ്? CF വാലന്റൈൻ ആണ് കേട്ടോ. CF വാലന്റൈൻ ആണ് കേട്ടോ. അപ്പോൾ വാലന്റൈൻ എന്ന് പറഞ്ഞ വാക്കറിയാമല്ലോ, എന്താണ്? വാലന്റൈൻസ് ഡേക്ക് നമ്മൾ കേട്ടിട്ടുണ്ടോ? അത് വെച്ചൊക്കെ കണക്ട് ചെയ്യണം. വാലന്റൈൻസ് ഡേക്ക് നമ്മൾ ഒരാളെ പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? അയാളുടെ മനസ്സിനെ പഠിച്ചിട്ടൊക്കെയല്ലേ പ്രപ്പോസ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചങ്ങ് ഇപ്പോൾ നമ്മളൊരു കുട്ടിയെ ഇഷ്ടമാണ്, എന്താണ് അതിൻ്റെ മനസ്സിനെയല്ലേ ആദ്യം പഠിക്കുന്നതെന്ന് കണക്ക് കൂട്ടി വെക്കണം. അപ്പോൾ മനസ്സിനെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് മനഃശാസ്ത്രം എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? CF വാലന്റൈൻ. അപ്പം നമുക്ക് നിർവചനങ്ങൾ നമുക്ക് ഒന്നുകൂടെ നോക്കി അങ്ങ് പോവാം. ആദ്യം എന്താണ് പറഞ്ഞത്? ആത്മാവിൻ്റെ ശാസ്ത്രമായി കരുതിപ്പോന്ന സൈക്കോളജിയെ മനസ്സിൻ്റെ ശാസ്ത്രമെന്ന് നിർവചിക്കാം എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ജർമ്മൻ ദാർശനികനായ കാന്റാണ്. അടുത്തത് നമ്മൾ എന്താണ് പഠിച്ചത്? അനുഭവങ്ങളെയും വ്യവഹാരങ്ങളെയും കുറിച്ചുള്ള പഠനമാണ് മനഃശാസ്ത്രം എന്ന് അഭിപ്രായപ്പെട്ടത് BF സ്കിന്നറാണ്. പരിസ്ഥിതിയും വ്യക്തിയും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയാണ് മനഃശാസ്ത്രം എന്ന് അഭിപ്രായപ്പെട്ടത് മർഫിയാണ്. അടുത്ത എന്താണ് നമ്മൾ പഠിച്ചത്? മാനസിക പ്രക്രിയകളെയും വ്യവഹാരങ്ങളെയും കുറിച്ചുള്ള പഠനമാണ് മനഃശാസ്ത്രം എന്ന് അഭിപ്രായപ്പെട്ടത് റോബർട്ട് എ ബാരോൺ ആണ്. അതുപോലെ തന്നെ മനസ്സിനെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് മനഃശാസ്ത്രമെന്ന് നിർവചിച്ചതാരാണ്? CF വാലന്റൈൻ. മറക്കരുതേ, പരീക്ഷയ്ക്ക് ഒരു മാർക്ക് ഷുവറായിട്ടും ചോദിക്കും. ഈ നിർവചനങ്ങളിൽ നിന്ന് ഒരു മാർക്ക് ഷുവറായിട്ടും ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അടുത്ത് നമുക്കൊന്ന് പോയിന്റ് നോക്കാം. അടുത്തൊരു മനഃശാസ്ത്രത്തിൻ്റെ ഒരു ഡെഫിനിഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതായത് അനുഭവങ്ങളുടെയും പരിസ്ഥിതിയുടെയും അടിസ്ഥാനത്തിൽ വ്യക്തി വ്യവഹാരങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് മനഃശാസ്ത്രം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, അനുഭവങ്ങളുടെയും പരിസ്ഥിതിയുടെയും അടിസ്ഥാനത്തിൽ വ്യക്തി വ്യവഹാരങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനത്തെയാണ് മനഃശാസ്ത്രം അഥവാ സൈക്കോളജി എന്ന് പറയുന്നത്. ക്ലിയർ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ മനഃശാസ്ത്രത്തെ രണ്ടായിട്ട് തരംതിരിക്കാം കേട്ടോ. അതൊന്ന് പഠിച്ചു. ഇതൊക്കെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. മനഃശാസ്ത്രത്തെ രണ്ടായി തരംതിരിക്കുക. ഏതൊക്കെയായിട്ടാണ്? കേവല മനഃശാസ്ത്രമെന്നും പ്രയുക്ത മനഃശാസ്ത്രമെന്നും പരീക്ഷയ്ക്ക് ചോദിക്കാം. മനഃശാസ്ത്രത്തെ എത്രയായിട്ട് തരംതിരിക്കാം? രണ്ടായിട്ട് തരംതിരിക്കാം. ആദ്യത്തെ ഏതാണ്? കേവല മനഃശാസ്ത്രം. അതുപോലെ തന്നെ പ്രയുക്ത മനഃശാസ്ത്രം കേട്ടോ. പ്രയുക്ത മനഃശാസ്ത്രം. അടുത്ത കേവല മനഃശാസ്ത്രം എന്ന് പറഞ്ഞാൽ പ്യുവർ സൈക്കോളജിയാണ് വരുന്നത്. പ്രയുക്ത മനഃശാസ്ത്രം എന്ന് പറഞ്ഞാൽ അപ്ലൈഡ് സൈക്കോളജിയാണ്. അതായത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സൈക്കോളജിയാണ് പ്രയുക്ത മനഃശാസ്ത്രം എന്ന് പറയുന്നത്. ഇനി ഇത് തമ്മിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അത് നമുക്ക് അതിലോട്ട് പോവാം. ആദ്യം തന്നെ നമ്മൾ കേവല മനഃശാസ്ത്രം അഥവാ ഞാൻ പറഞ്ഞിരുന്നു പ്യുവർ സൈക്കോളജി. അപ്പോൾ പ്യുവർ സൈക്കോളജിയുടെ കുറേ എക്സാമ്പിൾസ് ആണ് തന്നിരിക്കുന്നത്. അത് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നോക്കിപ്പോവാം. കേവല മനഃശാസ്ത്രം പ്യുവർ സൈക്കോളജിയുടെ എക്സാമ്പിൾസ് ആണ് സാമാന്യ മനഃശാസ്ത്രം അഥവാ ജനറൽ സൈക്കോളജി. 2 അപസാമാന്യ മനഃശാസ്ത്രം അബ്നോർമൽ സൈക്കോളജി. അതുപോലെ തന്നെ സാമൂഹിക മനഃശാസ്ത്രം സോഷ്യൽ സൈക്കോളജി. പാരമ്പര്യ മനഃശാസ്ത്രം ജനറ്റിക് സൈക്കോളജി. ശിശു മനഃശാസ്ത്രം ചൈൽഡ് സൈക്കോളജി. നാഡീ മനഃശാസ്ത്രം ന്യൂറോ സൈക്കോളജി. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ കേവല മനഃശാസ്ത്രം അഥവാ പ്യുവർ സൈക്കോളജിയുടെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. ഒന്നുകൂടെ നോക്കാം. കേവല മനഃശാസ്ത്രം അഥവാ പ്യുവർ സൈക്കോളജിയുടെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? സാമാന്യ മനഃശാസ്ത്രം അഥവാ ജനറൽ സൈക്കോളജി, അപസാമാന്യ മനഃശാസ്ത്രം അഥവാ അബ്നോർമൽ സൈക്കോളജി, സാമൂഹ്യ മനഃശാസ്ത്രം സോഷ്യൽ സൈക്കോളജി, അതുപോലെ തന്നെ പാരമ്പര്യ മനഃശാസ്ത്രം, ശിശു മനഃശാസ്ത്രം, നാഡീ മനഃശാസ്ത്രം എന്നിവയാണ് കേവല മനഃശാസ്ത്രത്തിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് അടുത്ത് നോക്കേണ്ടതായിട്ടുള്ളത് പ്രയുക്ത മനഃശാസ്ത്രം. ഞാൻ ഓൾറെഡി പറഞ്ഞു പ്രയുക്ത മനഃശാസ്ത്രം എന്താണ്? അപ്ലൈഡ് സൈക്കോളജിയാണ്. നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സൈക്കോളജിയാണ്. അതെന്തൊക്കെയായിരിക്കും അതിനകത്ത് വരുന്നത്? അതിനകത്ത് നമുക്ക് മറ്റേന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റേതാണ് കേവല മനഃശാസ്ത്രം പ്യുവർ സൈക്കോളജിയാണ്. അത് അപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് അപ്ലൈഡ് സൈക്കോളജിയാണ്. നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സൈക്കോളജിയാണ് പ്രയുക്ത മനഃശാസ്ത്രം അഥവാ അപ്ലൈഡ് സൈക്കോളജി. അതിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് എന്തൊക്കെയായിരിക്കും? നമുക്കത് ജസ്റ്റ് ഊഹിച്ചാൽ തന്നെ കിട്ടും. വിദ്യാഭ്യാസ മനഃശാസ്ത്രം, വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് മനഃശാസ്ത്രം നടത്താം. അതുപോലെ തന്നെ ചികിത്സ, സൈനിക, വ്യാവസായികമൊക്കെ വരും. അപ്പോൾ ഏതൊക്കെയാണ് ഇതിൻ്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്? ആദ്യത്തേത് വിദ്യാഭ്യാസ മനഃശാസ്ത്രം എഡ്യൂക്കേഷണൽ സൈക്കോളജി. 2 ചികിത്സാ മനഃശാസ്ത്രം ക്ലിനിക്കൽ സൈക്കോളജി. വ്യവസായിക മനഃശാസ്ത്രം ഇൻഡസ്ട്രിയൽ സൈക്കോളജി.
അതുപോലെ തന്നെ സൈനിക മനഃശാസ്ത്രം, മിലിറ്ററി സൈക്കോളജി. അപ്പോൾ പ്രയുക്ത മനഃശാസ്ത്രം അഥവാ അപ്ലൈഡ് സൈക്കോളജിയുടെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ഒന്നാമത്തേത് വിദ്യാഭ്യാസ മനഃശാസ്ത്രം, രണ്ടാമത്തേത് ചികിത്സാ മനഃശാസ്ത്രം, മൂന്നാമത്തേത് വ്യവസായിക മനഃശാസ്ത്രം, നാലാമത്തേതാണ് സൈനിക മനഃശാസ്ത്രം എന്നിവയാണ് പ്രയുക്ത മനഃശാസ്ത്രത്തിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് വന്നത്. നമ്മളിപ്പോൾ പഠിച്ച കുറച്ച് എക്സാമ്പിളായിട്ടുള്ള മനഃശാസ്ത്രങ്ങളില്ലേ, അതിനെക്കുറിച്ചൊന്നും ഡെഫിനേഷൻ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൂടെ നമുക്കൊന്ന് പഠിച്ചു പോവാം. വളരെ സിമ്പിളാണ്. ഈ സൈക്കോളജി എന്ന് പറഞ്ഞ സബ്ജക്റ്റ് വളരെ സിമ്പിളാണ്. നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ഒരു പ്രാന്തനെ പോലെ അറിഞ്ഞ് തന്നെ നമുക്ക് പെട്ടെന്ന് ക്ലിക്കായിട്ട് കിട്ടുന്ന സംഭവമാണ് സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ കേട്ടങ്ങ് പഠിച്ചു പോയി. അത് വളരെ ഒന്നും ടഫായിട്ടുള്ള ഒന്നുമില്ല. ഇത് ജസ്റ്റ് കേട്ടങ്ങ് പഠിച്ചാൽ മതി. ആ ഡെഫിനിഷൻ തന്നെ നോക്കുക. അപസാമാന്യ മനഃശാസ്ത്രം. നിങ്ങൾക്ക് ആ അപസാമാന്യം എന്ന് പറഞ്ഞാൽ കേട്ടാൽ തന്നെ അറിയാലോ എന്താണ് അസാധാരണമായ പെരുമാറ്റങ്ങളെക്കുറിച്ച് പഠനം നടത്തുന്ന മനഃശാസ്ത്ര ശാഖയാണ് അപസാമാന്യ മനഃശാസ്ത്രം എന്ന് പറയുന്നത്. ആ പേര് കേൾക്കുമ്പോഴേ അറിയാം. നമുക്ക് ആ പേര് കേട്ട് തന്നെ നമുക്കെല്ലാം ക്ലിയർ ആക്കാൻ സാധിക്കും. അപ്പോൾ എന്താണ് അപസാമാന്യ മനഃശാസ്ത്രം? എന്താണ് അസാധാരണമായ, നോട്ട് ചെയ്തോണേ, അസാധാരണമായ പെരുമാറ്റങ്ങളെക്കുറിച്ച് പഠനം നടത്തുന്ന മനഃശാസ്ത്ര ശാഖയാണ് അപസാമാന്യ മനഃശാസ്ത്രം ശാഖ എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? ഇനി നമുക്ക് അടുത്തത് സാമൂഹ്യ മനഃശാസ്ത്രം എന്താണെന്ന് നോക്കാം. വ്യക്തികളുടെ സാമൂഹിക കാഴ്ചപ്പാടുകൾ, സാമൂഹിക ബന്ധങ്ങൾ, സാമൂഹിക ഇടപെടലുകൾ, സാമൂഹിക വ്യവഹാരങ്ങൾ അഥവാ ഗ്രൂപ്പ് ബിഹേവിയർ തുടങ്ങിയവയെക്കുറിച്ച് പഠനം നടത്തുന്ന മനഃശാസ്ത്ര ശാഖയാണ് സാമൂഹ്യ മനഃശാസ്ത്രം, അതായത് സോഷ്യൽ സൈക്കോളജി. ആ സാമൂഹ്യം അഥവാ സോഷ്യൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും എന്താണ് ഓരോ വ്യക്തികളുടെ സാമൂഹ്യ കാഴ്ചപ്പാടുകൾ, സാമൂഹ്യ ബന്ധങ്ങൾ, സാമൂഹ്യ ഇടപെടലുകൾ, സാമൂഹ്യ വ്യവഹാരങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചൊക്കെ പഠനം നടത്തുന്ന മനഃശാസ്ത്ര ശാഖയാണ് സാമൂഹിക മനഃശാസ്ത്ര ശാഖ എന്ന് പറഞ്ഞ്. ക്ലിയർ ആണ്? ഇനി നമുക്ക് അടുത്തോട്ട് പോകാം. അടുത്തത് നാഡീ മനഃശാസ്ത്രമാണ്. നാഡീ മനഃശാസ്ത്രം എന്ന് പറയുന്നത് ന്യൂറോളജിയുമായിട്ട് ബന്ധപ്പെട്ടല്ലേ. അപ്പോൾ അത് വെച്ച് കണക്ട് ചെയ്തോണേ. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ അതിന് ഡെഫിനിഷൻ വരുന്നത്? മസ്തിഷ്കം, നാഡീവഹം, ഇന്ദ്രിയങ്ങൾ, ഗ്രന്ഥികൾ തുടങ്ങിയവയുടെ ഘടനയും പ്രവർത്തനങ്ങളും നമ്മുടെ വ്യവഹാരത്തിൽ വരുത്തുന്ന സ്വാധീനത്തെ പറ്റിയുള്ള മനഃശാസ്ത്ര ശാഖയാണ് നാഡീ മനഃശാസ്ത്രം കേട്ടോ. അപ്പോൾ വളരെ വളരെ സിമ്പിളായിട്ട് തന്നെ പഠിച്ചെടുക്കാമല്ലോ. നാഡീ മനഃശാസ്ത്രം എന്താണ്? മസ്തിഷ്കം, നാഡീവഹം, ഇന്ദ്രിയങ്ങൾ, ഗ്രന്ഥികൾ തുടങ്ങിയവയുടെ ഘടനയും പ്രവർത്തനങ്ങളും നമ്മുടെ വ്യവഹാരത്തിൽ വരുത്തുന്ന സ്വാധീനത്തെ പറ്റിയുള്ള മനഃശാസ്ത്ര ശാഖയാണ് നാഡീ മനഃശാസ്ത്രം എന്ന് പറയുന്നത്. അടുത്തത് ശിശു മനഃശാസ്ത്രം. ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ എന്താണ്? ഒരു കുട്ടികളുടെ ജനനം മുതൽ 12 വയസ്സ് വരെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മനഃശാസ്ത്ര ശാഖയാണ് ശിശു മനഃശാസ്ത്രം, അതോ ചൈൽഡ് സൈക്കോളജി എന്ന് പറയുന്നത്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ശിശു മനഃശാസ്ത്രം എന്ന് പറയുമ്പോൾ എന്താണ്. പിന്നെ ആ ഏജ് തുടർന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ വളരെ എളുപ്പത്തിൽ തന്നെ പഠിച്ചെടുക്കാമല്ലോ. എന്താണ് ശിശു മനഃശാസ്ത്രം എന്ന് പറയുന്നത്? കുട്ടികളുടെ ജനനം മുതൽ 12 വയസ്സ് വരെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മനഃശാസ്ത്ര ശാഖയാണ് ശിശു മനഃശാസ്ത്രം എന്ന് പറയുന്നത്. അടുത്ത നോക്കാം. പഠനബോധന പ്രക്രിയയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മനഃശാസ്ത്ര ശാഖയാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം, എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? പഠനബോധന പ്രക്രിയയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മനഃശാസ്ത്ര ശാഖയാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്ര ശാഖ എന്ന് പറയുന്നത്. അടുത്തത് വ്യക്തികളിലെ മാനസിക പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് പരിഹാര മാർഗങ്ങൾ കണ്ടെത്താൻ സഹായിക്കുന്ന മനഃശാസ്ത്ര ശാഖയാണ് എന്താണ്? ചികിത്സാ മനഃശാസ്ത്രം അഥവാ ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറയുന്നത്. ആ പേരൊക്കെ തന്നെ നമുക്കറിയാം. ചികിത്സാ മനഃശാസ്ത്രം എന്താണ്? നമുക്ക് വ്യക്തികളിലെ മാനസിക പ്രശ്നങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് പരിഹാര മാർഗങ്ങൾ കണ്ടെത്താൻ സഹായിക്കുന്ന മനഃശാസ്ത്രത്തിൻ്റെ ശാഖയാണ് ചികിത്സാ മനഃശാസ്ത്രം എന്ന് പറയുന്നത്. അടുത്തത് വ്യാവസായിക മനഃശാസ്ത്രമാണ്. തൊഴിൽ രംഗത്തുണ്ടാകുന്ന സംഘർഷങ്ങൾ, അലസത തുടങ്ങിയവ ശാസ്ത്രീയമായി അപഗ്രഥിച്ച് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്ന മനഃശാസ്ത്ര ശാഖയാണ് വ്യാവസായിക മനഃശാസ്ത്ര ശാഖ. അപ്പോൾ നമുക്കറിയാം നമ്മൾ തൊഴിലിടങ്ങളിലൊക്കെ ഓരോ പ്രശ്നങ്ങൾ നേരിടത്തില്ലേ, ജോലിയുടെ പ്രഷർ കൂടുന്നു, അങ്ങനെയൊക്കെ തുടങ്ങി ഓരോ പ്രശ്നങ്ങളൊക്കെ നേരിടത്തില്ലേ. ആ പ്രശ്നങ്ങൾക്കൊക്കെ എന്താണ് കണ്ടുപിടിച്ച് അപഗ്രഥിച്ച് അതിന് പരിഹാരമൊക്കെ മാർഗങ്ങളൊക്കെ നിർദ്ദേശിക്കുന്ന മനഃശാസ്ത്ര ശാഖയാണ് വ്യാവസായിക മനഃശാസ്ത്രം എന്ന് പറയുന്നത്. ഡെഫിനിഷൻ ഒന്നുകൂടെ പറയാം. തൊഴിൽ രംഗത്തുണ്ടാകുന്ന സംഘർഷങ്ങൾ, അലസത തുടങ്ങിയവ ശാസ്ത്രീയമായി അപഗ്രഥിച്ച് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്ന മനഃശാസ്ത്ര ശാഖയാണ് വ്യാവസായിക മനഃശാസ്ത്ര ശാഖ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇത്രയും ഡെഫിനിഷൻസ് ആണ് പഠിച്ചത്. സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട അടിസ്ഥാന വിവരങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിച്ചത്. അപ്പം അടുത്തൊരു ക്ലാസ് ഉടനെ തന്നെ എത്തുന്നതാണ് സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൻ്റെ അഭിപ്രായങ്ങൾ, ഇന്നത്തെ ക്ലാസ് എങ്ങനെയുണ്ട്, എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്നൊക്കെ ഉള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ രേഖപ്പെടുത്തുക. മാക്സിമം നമുക്ക് ഇമ്പ്രൂവ് ചെയ്ത് ക്ലാസ്സുകൾ കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്
ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ക്ലാസ് എന്തായാലും നമ്മൾ പരീക്ഷയ്ക്ക് മുമ്പ് കംപ്ലീറ്റ് ക്ലാസ്സും അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകളും എല്ലാം നമ്മൾ ഇടുന്നതാണ്, മോഡൽ ക്വസ്റ്റ്യൻസും ഒക്കെ ഇടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ കാര്യത്തിൽ പേടിക്കേണ്ട. അതുപോലെ തന്നെ ചാനൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങൾ ബാക്കിയുള്ള കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധിച്ചില്ല എങ്കിൽ ഒന്ന് മാക്സിമം ഒന്ന് ഹൈപ്പ് ചെയ്യുക. ഹൈപ്പ് ചെയ്താൽ ബാക്കിയുള്ള കൂട്ടുകാർക്കൂടെ ഒന്ന് റെക്കമെൻഡേഷൻ ചെല്ലുന്നതാണ്. അത് നമുക്ക് ചെയ്യുന്നൊരു വലിയൊരു സപ്പോർട്ട് കൂടിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നോട്ട്സ് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഞാൻ ഇടുന്നതാണ്. നോട്ട്സ് സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ടെലഗ്രാം ചാനൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടാം കേട്ടോ. അപ്പം ഇത്രയുമാണ് പറയാനുള്ളത്. എന്തെങ്കിലും നമ്മളോട് അഭിപ്രായങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളും ഒക്കെ പറയുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിനനുസരിച്ച് ക്ലാസ്സുകൾ എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ പുതിയൊരു ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്. താങ്ക് യു ഓൾ.